മമ്മൂട്ടി നടനവിസ്മയത്തിൻ്റെ 30 വർഷങ്ങൾ. മമ്മൂട്ടി അഭിനയകലയുടെ സൂക്ഷ്മഭാവങ്ങൾ പഠിക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ഒടുവിൽ ഗവേഷണം നടത്താവുന്ന തീസിസ്. മലയാളിയുടെ മുഴുവൻ സൗകുമാര്യവും ആവാഹിച്ച് പുരുഷ സങ്കല്പത്തിൻ്റെ ഏറ്റവും ഉയർന്ന രാജഭാവത്തെ മമ്മൂട്ടി എന്ന 3 അക്ഷരം കൊണ്ട് നമുക്ക് ഇന്ന് ചുരുക്കി എഴുതാം. സമകാലീനരായ ഒട്ടനവധി അസാമാന്യ പ്രതിഭകൾ ഇന്ത്യൻ സിനിമയിൽ വന്നുപോയിട്ടുണ്ട്. കമൽഹാസനും നസറുദ്ദീൻ ഷായും മോഹൻലാലും ഉത്തം കുമാറും രാജ് കപൂറും അടക്കം ഒട്ടനവധി പേർ മമ്മൂട്ടിക്ക് മുൻപും പിൻപും തങ്ങളുടെ സർഗവൈഭവ്യം തെളിയിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് മമ്മൂട്ടി എങ്ങനെ വ്യത്യസ്തനാകുന്നു? സൂക്ഷ്മാഭിനയത്തിൻ്റെ ഭാവവിക്ഷേപണത്തെ കൃത്യമായി സന്നിവേശിപ്പിക്കാനുള്ള മികവും ഡയലോഗ് ഡെലിവറിയിലെ വിദൂരസാധ്യമായ വ്യതിയാനങ്ങളെപ്പോലും വാക്കുകളെ നിയന്ത്രിത മണ്ഡലത്തിൽ നിലനിർത്തി പരിഹരിക്കാനുള്ള സിദ്ധിയും കഥാപാത്രത്തിൻ്റെ ശരീരഭാഷയിലേക്ക് പരിണമിക്കാനുള്ള അസാധാരണമായ ജന്മസിദ്ധിയും മമ്മൂട്ടി എന്ന മഹാനടനെ വേർതിരിച്ച് വിലയിരുത്താൻ വേണ്ടതിലധികമുള്ള കാരണങ്ങളാകുന്നു. വിധേയൻ, പൊന്തന്മാട, ഭൂതക്കണ്ണാടി, മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, കയ്യൊപ്പ്, പാലേരി മാണിക്യം, പഴശ്ശിരാജ, കുട്ടിസ്രാങ്ക്, ഡാനി, കാഴ്ച, ഒരേ കടൽ, അമരം, അരപ്പെട്ട കെട്ടിയ ഗ്രാമം, മൃഗയ, പ്രാഞ്ചിയേട്ടൻ, കറുത്ത പക്ഷികൾ, കാർമേഘം, അംബേദ്കർ തുടങ്ങി എണ്ണമറ്റ സിനിമകളിൽ മറ്റേതൊരു നടനെയും മോഹിപ്പിക്കുന്ന രീതിയിൽ പാത്രസന്നിവേശം നടത്തി അഭ്രപാളിയിൽ വിസ്മയിപ്പിക്കുന്ന തൻ്റെ ജീനിയസ് കൊണ്ട് പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കുവാൻ മമ്മൂട്ടിക്ക് സാധിച്ചു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയും റേഞ്ചുള്ള, ഇത്ര അധികം കഥാപാത്രങ്ങൾക്ക് തൻ്റെ ആകാരം കൊണ്ട് ജീവൻ കൊടുക്കാനുള്ള ഭാഗ്യം മറ്റൊരു നടനും സിദ്ധിച്ചിട്ടില്ല. ഭരതൻ, ഹരിഹരൻ, MT, KG ജോർജ്, IV ശശി, അടൂർ ഗോപാലകൃഷ്ണൻ, ലോഹിതദാസ് തുടങ്ങി മലയാളത്തിലെ തലമുതിർന്ന പ്രതിഭാസമ്പന്നരായ ഫിലിം മേക്കേഴ്സിൻ്റെ ഏറ്റവും സങ്കീർണമായ പരകായ സന്നിവേശം ആവശ്യപ്പെടുന്ന ക്ലാസ് ശ്രേണിയിൽപ്പെടുത്താവുന്ന എല്ലാ സിനിമകളിലും ഒരൊറ്റ പൊതുഘടകമേ ഉണ്ടാകാറുള്ളൂ. അത് മമ്മൂട്ടിയാണ്. വാണിജ്യ സിനിമകളിലും കലാമൂല്യമുള്ള സിനിമകളിലും ഒരേപോലെ തിളങ്ങി പ്രേക്ഷക പ്രശംസയും നിരൂപക ശ്രദ്ധയും അഭിനയ ജീവിതത്തിലെ തുടക്കകാലത്ത് ആർജിക്കാനായത് മമ്മൂട്ടിയുടെ 30 വർഷത്തിലധികമായി നീളുന്ന ബൃഹത്തായ കരിയറിനെ വേറിട്ടതും അനുകരണത്തിന് അതീതമാക്കുന്ന തരത്തിൽ വൈദഗ്ധ്യം നിറഞ്ഞതുമായിരിക്കുന്നു. മമ്മൂട്ടി തൻ്റെ സിനിമകളിലൂടെ മലയാളിയുടെ ഹൃദയത്തിൽ ഒരു സാംസ്കാരിക ബിംബമായി വളർന്നിരിക്കുന്നു. സാമൂഹിക, ആരോഗ്യ, പരിസ്ഥിതി മേഖലകളിൽ സജീവമായ ഇടപെടൽ നടത്തി പൊതുജനങ്ങളുടെ ശ്രദ്ധ ആവശ്യമായ ഇടത്തെല്ലാം തൻ്റെ സാന്നിധ്യം കൊണ്ട് അത് നേടിക്കൊടുത്ത് ഒരു കലാകാരന് വേണ്ട ഉയർന്ന ധാർമ്മിക ബോധം മമ്മൂട്ടി വരച്ചു കാട്ടുന്നു. ലോഹിയും ലാൽ ജോസും ബ്ലസ്സിയുമടക്കം മമ്മൂട്ടി സിനിമയിലൂടെ കടന്നു വന്ന പ്രതിഭാധരരായ സംവിധായകരുടെയും തിരക്കഥാകൃത്തുക്കളുടെയും എണ്ണം 50-ന് മുകളിലാണ്. അത് ഇനിയും അടയാളപ്പെടുത്താൻ മറന്ന ഒരു ലോക റെക്കോർഡ് കൂടിയാണ്. മമ്മൂട്ടി അഭിനയം തുടരുകയാണ്. സഹൃദയന് ഇനിയും പരിചിതമല്ലാത്ത ആസ്വാദന തലങ്ങളെ ഉണർത്താൻ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ കഥാപാത്രവുമായി മമ്മൂട്ടി ഇനിയും വരും. ഒരു ജീനിയസിന് മാത്രം സാധിക്കുന്ന ചിലതുണ്ട് എന്ന് പ്രേക്ഷകന് കാണിച്ചു തരാൻ കൂടെ നടന്നവനും പിറകെ നടന്നവരും മികച്ച അഭിനയസിദ്ധി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ തന്നെ. എന്നാൽ കഥാപാത്ര നിർമ്മാണത്തിൻ്റെ മെറ്റമോർഫോസിസ് നടക്കുമ്പോൾ സ്വന്തം സ്വത്വം പൂർണ്ണമായി വേർപ്പെടുത്തി കഥയുടെ മാർജിനിൻ്റെ അപ്പുറം നിർത്താൻ ഭൂമി മലയാളത്തിൽ ഇന്നൊറ്റ പേരേയുള്ളൂ. അതാണ് മമ്മൂട്ടി.